ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂലൈ മാസം 5-ാം തീയതി പരിശുദ്ധ റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന 5-ാമത്തെ ദിവസം. അമ്മ മാതാവ്, റോസ മിസ്റ്റിക്ക മാതാവ് മൊണ്ടിക്കാരിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു: പ്രാർത്ഥന, പരിഹാരം, അനുതാപം. പരിഹാരം എന്ന് പറഞ്ഞാൽ അനുദിന ജീവിതത്തിൽ ഈശോ നിങ്ങൾക്ക് തരുന്ന കുരിശുകൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുക. അതാണ് പാപങ്ങൾക്ക് പരിഹാരമെന്ന്. ഇന്ന് നമ്മൾ ഓർക്കുന്ന ഒരു ജീവിതമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല. തൃശ്ശൂരിലെ മരത്താക്കരയിൽ കാലുകൾ തളർന്ന് 57 വർഷം കട്ടിലിലും വീൽ ചെയറിലുമായി ജീവിതം സഹനബലിയാക്കിയ ഒരു കന്യക 26-ാമത്തെ വയസ്സിൽ അൾത്താരയിൽ മാറാവല തട്ടുമ്പോൾ വീണതാ. അന്ന് മുതൽ തളർന്ന് കിടപ്പാ. പിന്നീട് ഒരിക്കൽ പോലും ഈ വേദനകളുടെ നടുവിലും ഒരിക്കൽ പോലും ആ മുഖത്ത് നിരാശയോ ദുഃഖമോ കണ്ടിട്ടില്ല. ഈശോ ആണ് ഇത് എനിക്ക് തന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ, അതുപോലെ നമ്മൾ വിചാരിക്കുന്നു വിശുദ്ധരൊക്കെ മിണ്ടാതിരിക്കുന്നു, പക്ഷേ തമാശയോടുകൂടിയ സംസാരം, എല്ലാവരെയും ചിരിപ്പിക്കുന്ന സംസാര രീതി. ഓർക്കണം, തളർന്നു കിടക്കുമ്പോൾ ഒരുപാട് വേദന, ബെഡ്സോർ വന്ന് വലിയൊരു ദ്വാരമായിട്ട് അത് ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന വേദന, അവസാനത്തെ നിമിഷത്തിൽ ഇങ്ങനെ മാത്രമേ പറയുള്ളൂ ഈശോ എന്ന്. പക്ഷേ ആരെങ്കിലും അപ്പോൾ എന്താ അമ്മേ വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇല്ലില്ല, നിങ്ങളുടെ പണി നടന്നോട്ടെ. അങ്ങനെ ജീവിതം മുഴുവൻ സഹനബലിയാക്കി തീർത്ത ഈ മരത്താക്കരയിലെ മരതകമെന്ന് വിളിക്കുന്ന നോബട്ടമ്മ ഞങ്ങൾക്കൊക്കെ പരിചയമാണ് കേട്ടോ. ഞാനൊക്കെ അവിടെ പോയിട്ടുണ്ട് അമ്മയുടെ അടുത്ത് വർഷങ്ങൾക്ക് മുൻപ്. എടുത്തടിച്ചോണാണ് അമ്മ സംസാരിക്കുക. പെട്ടെന്ന് ചോദിക്കും കാര്യങ്ങൾ. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഡോറിൻ്റെ അവിടെ നിൽക്കുമ്പോൾ അമ്മ ചായ കുടിക്കുകയോ അങ്ങനെ എന്തോ ആയിരുന്നു. വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ എത്തിച്ച് നോക്കിയിട്ട് പറഞ്ഞു, നീ എന്തിനാടി മാതാവിനെയും കൊണ്ട് വന്നിരിക്കണേ ഇങ്ങോട്ട് എന്ന്. അന്ന് പ്രാർത്ഥനയൊന്നും ഇല്ല ഇവിടെ, സഹനം മാത്രമേ ഉള്ളൂ. അമ്മ ആ ശരീരത്തിൽ അന്ന് സഹിക്കുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് സഹിക്കുന്ന കാലമാണ്. അന്ന് ശരീരത്തിലല്ലായിരുന്നു കൂടുതൽ സഹനം. അപ്പോൾ ഏറെ ദുഃഖിച്ചിട്ടാണ് ഞാൻ അവിടെ ചെന്ന് നിൽക്കുന്നത്. അപ്പോൾ പ്രവചനപരമുള്ള നോബട്ടമ്മ എത്തി നോക്കിയിട്ട് ചോദിച്ചു, നീ എന്താടി മാതാവിനെയും കൊണ്ട് വന്നിരിക്കുന്നേ എന്ന്. ഞാൻ ചിരിച്ചുകൊണ്ട് റൂമിൽ കയറിയപ്പോൾ അമ്മ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. വെറുതെ അല്ല മാതാവ് നിൻ്റെ കൂടെ വരുന്നത്, സഹിക്കാൻ ശക്തി തരാനാ എന്ന്. പ്രിയ സഹോദരങ്ങളെ, ചിലപ്പോൾ ഒരു പരിധിവരെ ഈ ജീവിതങ്ങളായിരിക്കാം എന്നെ ഇപ്പോഴും ബലപ്പെടുത്തുന്നത്. ഞാനും പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നോബട്ടമ്മയെപ്പോലെ ഇങ്ങനെ ചിരിച്ച് വളരെ ലാഘവത്തോടെ ഈ ജീവിതം കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുമോ എന്ന്. അന്ന് ശരീരത്തിൽ സഹനമില്ല, ഈ മനസ്സിൻ്റെ സഹനമാണല്ലോ ശരീരത്തേക്കാൾ വലിയ സഹനം. അപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ദൈവമേ ഈ സഹനം ഞാൻ എങ്ങനെ സഹിക്കും, എങ്ങനെ ഞാനതിനെ അതിജീവിക്കും. അങ്ങനെ പറ്റാതാവുമ്പോഴാണ് നമ്മളിങ്ങനെയുള്ള ജീവിതങ്ങളുടെ അടുത്തൊക്കെ പോകുന്നത്, ഒരു ശക്തി കിട്ടാൻ. എല്ലാ ശക്തിയും വരുന്നത് പരിശുദ്ധ കുർബാനയിൽ നിന്നാണ്, ഈശോയിൽ നിന്നാണ് എന്ന് അറിയാമെങ്കിലും ചിലപ്പോഴൊക്കെ ഈശോ ഇതുപോലെയുള്ള ജീവിതങ്ങളിലേക്കാണ് നമ്മെ കൊണ്ടുപോവുക. അവരുടെ ആ സന്തോഷവും
സഹനമേറ്റെടുക്കുന്ന കാഴ്ചപ്പാടുമൊക്കെ കാണുമ്പോൾ നമുക്കും അങ്ങനെയാകാം അല്ലേ എന്ന് ഒരു തോന്നൽ വരും, ഒരു ആശ്വാസം കിട്ടും ആ അമ്മയുടെ അടുത്ത് പോയി വരുമ്പോൾ. ഒരു വിശുദ്ധയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് അന്നേ അറിയാമായിരുന്നു. അത് അവിടെ വരുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു. അമ്മ നമ്മളവിടെ ചെന്നാൽ നമുക്ക് വേണ്ടതൊക്കെ പറഞ്ഞു തരും. ചിലപ്പോൾ കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ എടുത്ത് ചോദിക്കും, ഭാവിയുടെ കാര്യങ്ങളും പറയും. എന്നെ പറഞ്ഞു വിടുമ്പോൾ പറഞ്ഞു, മാതാവ് കൊണ്ടുപോകണത്തേക്കൊക്കെ നീ അങ്ങോട്ട് പോയിക്കോ, കാര്യകാരണമൊന്നും ചോദിക്കണ്ട, എല്ലാം അവിടെ നിന്നല്ലേ തരണത് എന്ന്. അത് നന്നായി മനസ്സിലായി എനിക്ക്. എൻ്റെ ജീവിതത്തിൽ എല്ലാം അവിടെ നിന്നാണ് നൽകുന്നത്. നമ്മൾ ഐ ലവ് യു ജീസസ്, ഐ ലവ് യു, ഐ ലവ് യു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈശോ നമുക്ക് ഒരു സഹനത്തിൻ്റെ ഒരു പൂച്ചെണ്ട് തരും. ഇത് പറഞ്ഞപ്പോൾ പലരും എന്നോട് ചോദിച്ചു, ചേച്ചി ഇങ്ങനെ ഐ ലവ് യു പറയുമ്പോൾ ചേച്ചിയുടെ പോലെയുള്ള സഹനമൊക്കെ തരുമോ? അങ്ങനെയാണെങ്കിൽ ആ ലവ് യു പറയണ്ട എന്ന്. ഞാൻ പറഞ്ഞു, ജെറമിയ 29:11 നിന്നെക്കുറിച്ചൊരു പദ്ധതി ഈശോയുടെ മനസ്സിലുണ്ട്. ഈ ലവ് യു പറഞ്ഞാലും ലവ് യു പറഞ്ഞില്ലെങ്കിലും സഹനം വരും. ലവ് യു പറഞ്ഞാൽ ലവ്ലി അത് സ്വീകരിക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. പേടിച്ചോടിയിട്ട് കാര്യമൊന്നുമില്ല. സഹനം തന്നിട്ടുണ്ടെങ്കിൽ പറ്റാതാവുമ്പോൾ ആണിപ്പാടുള്ള കരം നമ്മുടെ മുമ്പിലേക്ക് വരും. അപ്പോൾ അത് പിടിച്ച് നമുക്ക് നിൽക്കാൻ പറ്റും. പിന്നെ ഇതുപോലെയുള്ള ജീവിതങ്ങളൊക്കെ ഉണ്ടല്ലോ. എല്ലാവരും പറയും കർത്താവിനോട് കൂടുതൽ അടുക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാകുന്നത്. അത് വെറുതെ തോന്നുക. അങ്ങനെയാണെങ്കിൽ ടീനേജിലൊക്കെ തളർന്നു പോയിട്ടുള്ള മക്കൾ അടിച്ച് പൊളിച്ച് ജീവിച്ചിരുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് വന്ന് തളർന്നു കിടക്കുമ്പോൾ അവരൊന്നും കർത്താവിനോട് അങ്ങനെ അടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ തളർന്നതിന് ശേഷം അവർ കർത്താവിനോട് അടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്താലും അടുത്തില്ലെങ്കിലും ദൈവത്തിനൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, നമ്മെ നെഞ്ചോട് ചേർക്കാൻ കിട്ടണം. അതിന് ചിലപ്പോൾ മുൻപും ചിലപ്പോൾ പിൻപും സഹനങ്ങളുണ്ടാകും. സഹനത്തിൽ നിന്ന് ഒളിച്ചോടരുത് ഒരിക്കലും. ഈ ജീവിതങ്ങളെയൊക്കെ നോക്കിയാൽ നമുക്ക് അതിനുള്ള ശക്തി കിട്ടും. ആരെപ്പം ചെന്നാലും തമാശ കൂടെയല്ലാതെ സംസാരമില്ല, ഒരിക്കലുമില്ല വിഷമിക്കുന്ന ഒരു മുഖം. പ്രിയ സഹോദരങ്ങളെ, സഹനം വേണം, അതാണ് പരിഹാരം എന്നല്ലേ റോസ മിസ്റ്റിക്ക മാതാവ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഈ റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ ദിനത്തിനായി ഒരുങ്ങുമ്പോൾ ഈ 5-ാം ദിവസം നമുക്ക് ഓർക്കാം പ്രാർത്ഥന, പരിഹാരം, അനുതാപം. ഇതിലെ ആദ്യത്തെ രണ്ടും ഈ അമ്മയിലൂടെ നമുക്ക് കിട്ടും. എപ്പോഴും പ്രാർത്ഥിക്കും, എപ്പോഴും പ്രാർത്ഥിക്കും. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഏറ്റവും മുമ്പിൽ വന്ന് വീൽ ചെയറിലിരിക്കും. എന്നിട്ട് പറയും, ഞാൻ എൻ്റെ ഈശോയുടെ ഏറ്റവും അടുത്തിരിക്കട്ടെ എന്ന്. പ്രാർത്ഥന, പ്രാർത്ഥിച്ച് 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 സഹനമൊക്കെ പരിഹാരമായിട്ട് ലോകത്തിന് വേണ്ടി കാഴ്ചവെച്ചൊരു ജീവിതമാണ് നോബട്ടമ്മ. പ്രിയ കൂട്ടുകാരെ, ഈ നോബട്ടമ്മയെ നമുക്ക് നോക്കിയിട്ട് റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ നെഞ്ചിലെ 3 പൂക്കളെയും നോക്കാം. പ്രാർത്ഥനയും പരിഹാരവും. അനുതാപത്തിൻ്റെ കാര്യം പിന്നെ പറയണ്ട. അനുതപിക്കാത്ത പാപികൾക്ക് വേണ്ടിയാണ് ഇതുപോലെയുള്ള ജീവിതങ്ങൾ സഹിച്ചത്. പ്രഭാഷകൻ 2:5 പറയുന്ന പോലെ, സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. ശരീരത്തിലൊരു സഹനം ഉണ്ടെങ്കിലുണ്ടല്ലോ, പെട്ടെന്ന് ശുദ്ധീകരിക്കപ്പെടും നമ്മൾ. അതുമല്ല, കർത്താവിന് വേറെയും കുറേ ലക്ഷ്യങ്ങളുണ്ടാകും ഇങ്ങനെയുള്ള സഹന ജീവിതങ്ങളുടെ പിന്നിൽ. ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് വരെ 57 വർഷം കിടന്ന കിടപ്പ്. അത് പൂർത്തീകരിച്ച്
സ്വർഗത്തിലേക്ക് യാത്രയായ ദിവസമാണിന്ന്. നമുക്ക് ഓർക്കാം, റോസാ മിസ്റ്റിക്ക മാതാവ് പറഞ്ഞ പ്രാർത്ഥനാ പരിഹാരം. അത് ജീവിതത്തിൽ പൂർണ്ണതയിൽ ഏറ്റെടുത്ത ജീവിതം. ഇതുപോലെ സഹിക്കാൻ, സന്തോഷത്തോടെ സഹിക്കാൻ ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. നോബട്ടമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള ശക്തിക്ക് വേണ്ടി. റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ ആദ്യത്തെ 2 ആവശ്യങ്ങൾ, അത് 3ാമത്തെ ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ് കേട്ടോ. യഥാർത്ഥ അനുതാപമാണ് ഏറ്റവും ആദ്യം വേണ്ടത്. അതിനു വേണ്ടി നമ്മുടെ പ്രാർത്ഥനയും പരിഹാരവും കാഴ്ചവെക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.